ADM നവീൻ ബാബു അഴിമതി നടത്തിയതായി കണ്ടെത്തിയിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികരണം. വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് അന്വേഷിച്ചത്. ബാക്കിയുള്ള നടപടികൾ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ എന്ന് മന്ത്രിയുടെ പ്രതികരണം. PP ദിവ്യയുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും മന്ത്രിയുടെ പ്രതികരണത്തിൽ എവിടെയും പറയുന്നില്ല. നേരത്തെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ, ഇപ്പോഴല്ല 4-5 മാസം മുമ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ നവീൻ ബാബു അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഴിമതി നടത്തിയതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം അന്വേഷണങ്ങളുടെയും രേഖകളുടെ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വൈകലോ പിന്നെ ഒരു പ്രത്യേകമായൊരു ഡിലേയോ പ്രത്യേകമായ ഏതെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും ആർക്കാണ് വീഴ്ചയെന്ന് അന്വേഷിക്കാനുള്ള ഏർപ്പാട് നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട്. ഇത്തിരി വൈകി നമ്മൾ വരാൻ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. അത് അന്വേഷിക്കാൻ ഒരു ഏജൻസി ഉണ്ട്. റവന്യൂ അന്വേഷിച്ചത് ഈ പറയപ്പെടുന്ന ആകാശത്തിലുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ രേഖകൾ പരിശോധിച്ച് അതിലൊരു കുറ്റം കണ്ടിട്ടുണ്ടോ അതില്ല എന്നാണ്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട PP ദിവ്യയുടെ മനഃപൂർവ്വമുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം മാത്രമാണ് അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ട് മാസങ്ങൾക്ക് മുന്നേ വന്നതാണ്. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും റിപ്പോർട്ട് കണ്ടുവെന്നും മന്ത്രി പറയുന്നു. ADM നവീൻ ബാബുവിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ PP ദിവ്യയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായോ എന്ന ചോദ്യത്തിന് മന്ത്രിക്ക് വ്യക്തമായ മറുപടിയുമില്ല. അതേസമയം TV പ്രശാന്ത് മുഖ്യമന്ത്രിക്കോ വിജിലൻസിനോ ADMനെതിരെ പരാതി നൽകിയിട്ടില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മൊഴി നൽകിയിട്ടുള്ളത്. പരാതി നൽകിയത് AKG സെന്ററിലെ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കൈക്കാണ്. അതും വാട്സപ്പിലൂടെ. ആ പരാതിയാണ് പിന്നീട് മുഖ്യമന്ത്രിക്ക് നൽകിയതെന്ന വ്യാജേന പ്രചരിച്ചത്. കൂടാതെ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായി നവീൻ ബാബു നല്ല ബന്ധത്തിലല്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. PP ദിവ്യ ബോധപൂർവം തയ്യാറാക്കിയ പദ്ധതികൾക്ക് പിന്നാലെയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്. എന്നാൽ PP ദിവ്യയെ സംരക്ഷിക്കാൻ പാർട്ടിക്കപ്പുറം സർക്കാരും മൗനം പാലിക്കുന്നുവെന്ന് പകൽ പോലെ വ്യക്തം. ജനം, തിരുവനന്തപുരം.